എനിക്ക് 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ നിലവിളിക്കുകയാണ്. കേരളം മുഴുവൻ നടുങ്ങിപ്പോയി ആ ദൃശ്യങ്ങൾ കണ്ടിട്ട്. അതെ അതെ, ഈ പെർസെൻറ്റേജ് നോക്കുമ്പം ഏറ്റവും കൂടുതൽ കോവിഡ് ഡെത്ത് ഉണ്ടായത് കേരളത്തിലാണ്. അതെ, പക്ഷെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, കോവിഡിൽ നിന്ന് പിണറായി സർക്കാർ കേരളത്തെ രക്ഷിച്ചു എന്നൊക്കെയാണ്. അത് ചെറിയ പൈസയൊന്നുമല്ല. ആസ്റ്റർ, മണിപ്പാൽ, പിന്നെ ബേബിയിൽ പിന്നെ 2500 കോടിയാണ് KKR ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2500 കോടി ചെറിയ പൈസയല്ല. മൈത്രയിൽ 1200 കോടിയാണ്. ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് എന്ത് സംഭവിച്ചു? ആ ഹൃദയം സ്വീകരിച്ച പെൺകുട്ടി മരണപ്പെട്ടു. കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. അവരെ കൂടെ നിൽക്കുന്ന PR സംഘങ്ങളും PR മാധ്യമങ്ങളൊക്കെ അവകാശപ്പെടുന്നത് അതുതന്നെയാണ്, നമ്പർ 1 ആണെന്ന്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കുറേ സംഭവങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം CCTVയിലൂടെ കേരളം കണ്ട് നടുങ്ങിപ്പോയൊരു സംഭവമാണ്. ഒരാൾക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൃശ്യം. ഒരു CPR എന്നൊരു പ്രാഥമിക ചികിത്സ കൊടുക്കാൻ പോലുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡോക്ടേഴ്സൊക്കെ മനസ്സുണ്ടായിരുന്നില്ല. അവർ ഏറ്റവും എളുപ്പപ്പണി ചെയ്തു. എന്ത്? നിയറസ്റ്റ് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവരും ചെയ്യുന്ന പണിയാണ്. എളുപ്പം അവർ കൈ കഴുകും, നമ്മുടെ അടുത്തുനിന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തള്ളിവിടും. അങ്ങനെ മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞയച്ച അദ്ദേഹം ഏകദേശം നമ്മുടെയൊക്കെ സെയിം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ജീവനോടെ എത്തിയില്ല, അതിന് മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ ആരാണ് ഈ കേരളത്തിലെ ആരോഗ്യരംഗം ശരിക്കും നമ്പർ 1 ആണോ? അതായത് കേരളത്തിലെ ആരോഗ്യമേഖല ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതാണ്. അത് പിന്നെ കാലങ്ങളായിട്ട് കേരളം ഭരിച്ചിരുന്നവർ ഉണ്ടാക്കിയെടുത്ത ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ അതൊരിക്കലും പിന്നെ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് ഇപ്പോൾ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ആശുപത്രികൾ ഇപ്പോഴും വളരെ പിറകിലാണ്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യത്ത് പെട്ടെന്ന് ഇതുപോലെ ഒരു അറ്റാക്ക് വന്നു, ഒരു നെഞ്ഞുവേദന വന്ന് പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീണു. ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന ആൾ അപ്പോൾ തന്നെ ആംബുലൻസിൽ വിളിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് അയാൾ ഹോസ്പിറ്റലിലെത്തി. ഗവൺമെൻറ് പിന്നെ ആംബുലൻസ് എത്തുന്നു, എല്ലാം പിന്നെ ചെയ്യുന്നത് ഗവൺമെൻറ് ത്രൂ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സംഗതി എനിക്ക് നാട്ടിലാണ് വന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ആരോഗ്യ മേഖലയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട നമ്മുടെ കോൺസെപ്റ്റുകളിൽ ആരോഗ്യ മേഖലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, മനുഷ്യ ജീവന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഈ വിളപ്പൽശാലയിൽ ബിസ്മിർ എന്നാണ് യുവാവിൻ്റെ പേര്. 37 വയസ്സായിട്ടുള്ളൂ. 2 കുട്ടികളുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ നിലവിളിക്കുകയാണ്. കേരളം മുഴുവൻ നടുങ്ങിപ്പോയി ആ ദൃശ്യങ്ങൾ കണ്ടിട്ട്. അതായത് CPR കൊടുക്കാൻ പോലും, ഇപ്പോൾ പറഞ്ഞ ശരിയാണ്, CPR കൊടുക്കാൻ പോലും അവിടെയുള്ളവർ തയ്യാറായില്ല. ഗേറ്റ് തുറന്നില്ല എന്ന്. അതായത് 2 മിനിറ്റ് നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ട്രോമ കെയർ, എങ്ങനെ ഇത് വന്നാൽ എങ്ങനെ CPR കൊടുക്കണമെന്ന്. സ്കൂൾ കുട്ടികൾക്ക് പലർക്കും അറിയാം, കാരണം പല സ്കൂളുകളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ സെഷനുകളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലും ആ നഴ്സ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ക്രൂരതയാണ്. ഇത് 2 മിനിറ്റോളം അവർ 2-3 മിനിറ്റ് അവരെന്ത് ചെയ്യുന്നു, ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ പട്ടി കയറാതിരിക്കാൻ വേണ്ടി ഗേറ്റ് പൂട്ടിയതാണെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ CCTVയിലൂടെ കണ്ടു. അതായത് അയാൾ ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, അയാൾക്ക് ശരിക്കും നിൽക്കാൻ കഴിയുന്നില്ല, ഭാര്യ അങ്ങോട്ടും പരക്കം പായുന്നുണ്ട്. എന്തൊരു ഭീകരമായ ദൃശ്യമാണ്. എന്നിട്ട് അവിടുന്ന് ചെയ്യുന്ന എന്താണ്, വെറുതെ നോക്കിയിട്ട് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആംബുലൻസ് പോലും വിളിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ദിവസേന 100 കണക്കിന് രോഗികൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇവർ ഭയങ്കര ഒരു PR ഭയങ്കരമായിട്ട് നടന്നൊരു മേഖലയാണ് ഈ ആരോഗ്യ വകുപ്പ്. അത് ശൈലജ ടീച്ചർ തൊട്ട് തുടങ്ങിയ ഒരു സംഗതിയാണ്. കോവിഡിൽ നിന്ന് രക്ഷിച്ചെടുത്ത് കേരളത്തെ. കോവിഡിൻ്റെ ഡാറ്റ നോക്കിയാൽ ഞെട്ടിക്കുന്ന കണക്കാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത്. മഹാരാഷ്ട്ര ഉണ്ട് ഇതിൻ്റെ മുകളിൽ, പക്ഷേ മഹാരാഷ്ട്രയിലെ ജനസംഖ്യ വലുതാണ്. നമ്മുടെ ഈ പെർസെൻറ്റേജ് നോക്കുമ്പം ഏറ്റവും കൂടുതൽ കോവിഡ് ഡെത്ത് ഉണ്ടായത് കേരളത്തിലാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, കോവിഡിൽ നിന്ന് പിണറായി സർക്കാർ കേരളത്തെ രക്ഷിച്ചു എന്നൊക്കെയാണ്. ഏറ്റവും കൂടുതൽ രോഗികളുടെ എണ്ണത്തിൽ നമ്മൾ മുമ്പിലാണ്, ഡെത്തിലും നമ്മൾ
മുന്നിലാണ്. അങ്ങനെ എല്ലാത്തിലും അന്ന് തുടങ്ങി വെച്ചൊരു ഒരു ഒരു PR മൂവ്മെൻ്റ് ആണ് അത് ഇപ്പോഴും അങ്ങനെ കിടക്കുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു ഹാർട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. അത് നടന്ന അന്ന് ഭയങ്കരമായിട്ടുള്ള PR ആക്ടിവിറ്റീസ് നടന്നു എല്ലായിടത്തും. ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് എന്ത് സംഭവിച്ചു? ആ ഹൃദയം സ്വീകരിച്ച പെൺകുട്ടി മരണപ്പെട്ടു. അതൊരു നേപ്പാളി പെൺകുട്ടി എന്തോ ആയിരുന്നു. അതാരും അറിഞ്ഞില്ല. അത് ഏതോ പത്രത്തിൻ്റെ ഉൾപേജിലെ 4 കോളം വാർത്തയായി മാറി. അപ്പോൾ ഇവരൊരു അത് അവരാരുടെയും കുഴപ്പം കൊണ്ടൊന്നറിയില്ല. അത് ഭയങ്കര റിസ്കി ഒരു ശസ്ത്രക്രിയയാണത്. അതിൽ ഇങ്ങനത്തെ ചാൻസുകളുണ്ട്. പക്ഷേ എന്ത് ചെയ്തു അവർ ആ നടത്തിയ PR പിന്നെ ആരും മിണ്ടുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല, നിർഭാഗ്യകരമായി പോയി എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആയി. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് PR തള്ളു മാത്രമാണ് ഇവിടെ നടക്കുന്നത്. സത്യമാണ്. അതായത് ഇവിടെ ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റം തകരാറിലാണ്. ഏതാണ് ഈ സിസ്റ്റം? ആ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുക്കുന്ന സിസ്റ്റമാണ്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹമാണ് മെഡിക്കൽ കോളേജ് അദ്ദേഹമാണ് ഈ സിസ്റ്റത്തിൻ്റെ തകരാറുകൾ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞ ഒരാൾ. അദ്ദേഹം പിന്നീട് വേട്ടയാടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സർവീസിനെ ബാധിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്. അത് മെഡിക്കൽ കോളേജിലൊന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്ന്. ഇടയ്ക്ക് ഒരിക്കലെങ്കിലും മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇത്തരം ഹോസ്പിറ്റലിലോ പോയവർ പിന്നീട് അങ്ങോട്ട് വരാൻ പറ്റാത്ത തരത്തിൽ അവിടുന്ന് മാറി ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് അങ്ങോട്ട് പോവുക. അതായത് സാമ്പത്തികമായ ശേഷിയില്ലാത്ത അത്രയും സാധാരണക്കാരായ ഇൻഷുറൻസോ ഒന്നുമില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആളുകൾ. അവർ ഇനി ഇനി വീട് വിറ്റാലും വേണ്ടില്ല സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരുണ്യ ഇൻഷുറൻസ്. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പേരിലൊക്കെ ഭയങ്കരമായിട്ട് ആ കാലത്ത് തുടങ്ങിയൊരു സംഗതിയാണ് കാരുണ്യ ഇൻഷുറൻസ്. ഇപ്പോൾ പല സ്വകാര്യ ആശുപത്രികളിലുണ്ട്. പക്ഷെ എന്തില്ല, ആർക്കും കിട്ടുന്നില്ല. എല്ലാവരും അത് നിർത്തി. 10, 20, 50 കൂടി പാർഷ്യലായിട്ട് കിട്ടുന്നുള്ളൂ. കുടിശ്ശികയാണ്. അല്ല, ആശുപത്രികൾ തന്നെ അത് നിർത്തി വെച്ചു. ഇപ്പം നമ്മുടെ പരിസരത്തുള്ള കോഴിക്കോട് സമ്പൂർണ്ണമായിട്ട് നിർത്തി. അതെ, ഇക്രയിൽ കിട്ടില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ഇപ്പോൾ KMCT ഹോസ്പിറ്റലിൽ എന്തോ കുറച്ചെന്തോ കിട്ടും. അങ്ങനെ മുമ്പ് കിട്ടിയിരുന്ന ഒരു 70% ആശുപത്രികളും അത് നിർത്തി. എന്താ സർക്കാർ അതിനെ കുടിശ്ശിക കൊടുക്കുന്നില്ല. നിലവിലുള്ള ഇൻഷുറൻസുകളിൽ തന്നെ പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല. ചെറിയൊരു ഒരു ഓപ്പറേഷന് 1 ലക്ഷം ചിലവാകുന്ന ഓപ്പറേഷന് 20% കിട്ടുള്ളൂ എന്നാണ്. പിന്നെ എന്തിനാണ് ഇൻഷുറൻസ്? ഗവൺമെൻറ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് 20% കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശം രീതിയിലാണ് ഈ ഇൻഷുറൻസ് മേഖലയും കൈകാര്യം ചെയ്യുന്നത്. ഇതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് ET മുഹമ്മദ് ബഷീർ MP കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. നമ്മൾ മലയാളികളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയെങ്കിലും പൈസയൊക്കെ ഒപ്പിച്ചിട്ട് സ്വകാര്യ ആശുപത്രിയിലോട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളെല്ലാം വൻകിട കോർപ്പറേറ്റുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ, അങ്ങനത്തെ ഒരു ഭൂരിപക്ഷം ഷെയറും അവർ വാങ്ങി. പക്ഷെ മലയാളികൾ പലരും അത് അറിഞ്ഞിട്ടില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ET അത് പാർലമെൻറ്റിലൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും, അത് നിരീക്ഷിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 വശങ്ങളും പരിശോധിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സാധാരണക്കാർ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രികളുടെ അവസ്ഥ ഇതാണ്. മരുന്നില്ല, മരുന്ന് ക്ഷാമം, അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണം. ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് വാങ്ങണം. ഇങ്ങനെ വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ ഈ സാധാരണക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മേഖല. ഇപ്പുറത്ത് കോർപ്പറേറ്റുകൾ ഇതിലെ ലാഭസാധ്യത കണ്ടിട്ട് ആശുപത്രികൾ വിലക്ക് വാങ്ങും. ഇവിടെ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ, ഇത് 2 പോയാൽ അതിൻ്റെ ലാഭം പോകുന്ന ഒരിടത്തേക്കാണ്. ഒരു കമ്പനിയാണ് ഇത് വാങ്ങുന്നത്. അത് ചെറിയ പൈസയൊന്നുമല്ല. ഇപ്പം ആസ്റ്റർ, മണിപ്പാൽ, പിന്നെ ബേബിയിൽ 2500 കോടിയാണ് ഇപ്പോൾ KKR ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ പൈസയല്ല. മൈത്രയിൽ 1200 കോടിയാണ്. പിന്നെ 3500 കോടിയാണ് കിംസിൽ 3500 കോടിയാണ്. ഇങ്ങനെ ഇതിലൊക്കെ ലാഭസാധ്യത ഉള്ളത് കൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലം എന്തായിരിക്കും? പൈസ ഉള്ളവനെ ഇനി ചികിത്സ നടക്കുള്ളൂ എന്നുള്ള അവസ്ഥ. വിദേശ രാജ്യങ്ങളിൽ പോലെയാവും. എല്ലാവർക്കും ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കേണ്ടി വരും. കാരണം അല്ലാതെ ചികിത്സ സ്വകാര്യ ആശുപത്രിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഇൻഷുറൻസ് ലോബി എന്ത് ചെയ്യും ഇനി? അത് എല്ലാം കൂടി ഉള്ള ഒരു ടൈപ്പാണ്. അതുണ്ട്. ഇൻഷുറൻസ് ലോബി ഓൾറെഡി ഇപ്പോൾ അതിശക്തമായിട്ട് ആളുകളെ
പിന്നെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്കും അങ്ങനെ ഒരു ഇൻഷുറൻസ് വേണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു കൾച്ചർ സത്യത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ എത്രത്തോളമാണ് ഈ രംഗത്ത് വേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം അവർ ചൂഷണം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലും ഈ സ്വകാര്യ കമ്പനികളല്ല ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്നത്, ഗവൺമെൻറ് തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള എത്തിക്സുകൾ ഉണ്ടാവും. അത് ക്ലെയിം ചെയ്താൽ കിട്ടുന്ന രീതി, അങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ എങ്ങനെ ക്ലെയിം കൊടുക്കാതിരിക്കാം എന്നതിന് ഗവേഷണം നടത്തുന്ന ആളുകളാണ്. ഏതെങ്കിലും ചെറിയ ലുപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ക്ലെയിം കൊടുക്കാതിരിക്കുക, ദീർഘകാലം ഈ പ്രീമിയം അടച്ചിട്ട് ഒരു ചെറിയ ആവശ്യം വരുമ്പോൾ അതുപോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുന്ന എത്രയോ കമ്പനികളെക്കുറിച്ചുള്ള പരാതികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണക്കാരന് മികച്ച ചികിത്സ അപ്രാപ്യമാവുകയും പണമുള്ളവന് മാത്രം ഹൈടെക് ചികിത്സ ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു ദുരന്തം കേരളത്തെ കത്തിരിക്കുകയാണ്. അത് അപകടകരമാണ്. ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ ആധിപത്യം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുണ്ട്. റോഡ് ഉണ്ടാക്കുന്നത് അവരാണ്, ചുങ്കം പിരിക്കുന്നത് അവരാണ്, അതുപോലെ തന്നെ ആശുപത്രികൾ ഉണ്ടാക്കുന്നു. പിന്നെ അവിടേക്ക് രോഗികളെ എത്തിക്കാനുള്ള വഴിയും അവർക്കറിയാം. ആ വഴിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് സെക്ടർ പാടെ വീക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ടൈപ്പാണോ എന്ന് പോലും ഭയപ്പെടുന്ന രൂപത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ നിയമസഭയിൽ ഇത് ആരെങ്കിലും ഉന്നയിച്ചാൽ ആരോഗ്യമന്ത്രി അപ്പോൾ പറയാം 10 വർഷം മുമ്പ് ആ ആശുപത്രിയിൽ CT സ്കാൻ്റെ മെഷീൻ ഇല്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന്. അത് 10 വർഷം മുമ്പ് അവിടെ അതിൻ്റെ VD സതീശൻ കൃത്യമായി മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലായിടത്തും വരണം. അപ്പോൾ 10 വർഷം മുമ്പ് UDF ഭരിച്ചപ്പോൾ അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇല്ലെങ്കിൽ അത് 10 വർഷം കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ വരണം. അതൊക്കെയാണ് ഇവർ വലിയ മാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കുറേ കെട്ടിടങ്ങൾ എവിടേക്കോ വരുന്നുണ്ട്. ആ കെട്ടിടങ്ങൾ കാണിച്ചിട്ട് അന്നിങ്ങനെ ഇന്നിങ്ങനെ എന്നൊക്കെ കാണിച്ചിട്ട് ബിഫോർ ആഫ്റ്റർ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പുള്ളതാണ്. അതെ 10 വർഷം ഇവിടെ മാറി. ഇപ്പോൾ എന്നിട്ടും എന്താണ് അവിടെ നിയമനം നടത്താൻ ഇവർക്ക് എന്തുണ്ടോ? നിയമനങ്ങൾ നടത്തുന്നില്ല. സർക്കാരിൻ്റെ കയ്യിൽ എന്തില്ല, ക്യാഷില്ല. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു PHSC ഉണ്ടായിരുന്നു. അത് 10 വർഷം മുമ്പ് CHSC ആക്കി. അതിൻ്റെ ബോർഡ് മാറ്റി എന്നല്ലാതെ അവിടെ ഒരു മാറ്റം വന്നില്ല. ഇപ്പോൾ ജനങ്ങൾ CHSC എന്നവിടെ കാണുന്നല്ലാതെ അവിടെ കിടത്തി ചികിത്സ വന്നോ, അവിടെ ഡോക്ടേഴ്സിൻ്റെ കൂടുതൽ അപ്പോയിൻമെൻറ്റ് ചെയ്തോ ഒരു മാറ്റം അവിടെ വന്നിട്ടില്ല. പുറത്ത് ബോർഡ് മാത്രം മാറി. ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ ഈ വാർത്തൻ്റെ അടിയിലൊക്കെ ഇതിലൊക്കെ കമൻസ് അവർ കൃത്യമായിട്ട് ഇടുന്നുണ്ട്. അവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രി നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ എന്തിനു പോകുന്നുണ്ട്, അമേരിക്കയിൽ പോകുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്ക് ഒരു ദേഹാസ്വസ്ഥ എന്തായാലും അവർ വേഗം പോകുന്ന തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലോട്ടാണ്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് ഇത് അറിയാം എന്നാണ് നമുക്ക് തോന്നുന്നത്. യെസ്, താങ്ക് യു.